പ്രിയ കൂട്ടുകാരെ, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ സയൻസിലെ രണ്ടാമത്തെ പാഠഭാഗമായ ലോകം 20-ാം നൂറ്റാണ്ടിൽ വേൾഡ് ഇൻ ദി 20th സെഞ്ച്വറി എന്ന പാഠഭാഗത്തെ ഏതാനും ചില ഭാഗങ്ങളാണ്. അതിൻ്റെ ആദ്യ ഭാഗങ്ങളെ ഒന്നാം ലോക യുദ്ധത്തെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട ത്രികക്ഷി സൗഹാർദ്ദ സഖ്യങ്ങൾ, ഒന്നാം ലോക യുദ്ധത്തിന് കാരണമായ മുതലാളിത്തത്തിൻ്റെ സാമ്രാജ്യത്വത്തിലേക്കുള്ള കടന്നുവരവ്, അതിൻ്റെ ഫലമായി രൂപം കൊണ്ട ഒന്നാം ലോക മഹായുദ്ധം, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇനി നമുക്ക് യുദ്ധത്തിൻ്റെ ഫലങ്ങളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്യുകയുണ്ടായി. എന്തൊക്കെയാണ് അതൊന്നും കൂടി നമുക്കൊന്ന് വിലയിരുത്താം. ഒന്ന്, നമുക്കറിയാം 1918 ഒന്നാം ലോക യുദ്ധം അവസാനിച്ചത്. ഈ യുദ്ധത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തമെന്തെന്ന് വെച്ചാൽ ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ജീവഹാനി സംഭവിച്ചു എന്നുള്ളതാണ്. Over 10 million people lost their lives or were injured in war. And another, agriculture, history and communication system were destroyed. കൃഷി, വ്യവസായം, അതുപോലെ തന്നെ വാർത്താവിനിമയം തുടങ്ങിയ മേഖലകളൊക്കെ തകർന്ന് തരിപ്പണമായി. പോവർട്ടി ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് ഇൻഫ്ലേഷൻ ഇൻക്രീസ്ഡ്. ദാരിദ്ര്യം വർദ്ധിച്ചു, തൊഴിലില്ലായ്മ, നാണയപ്പെരുപ്പൊക്കെ വർദ്ധിച്ചു വന്നു. യൂറോപ്പിൻ്റെ സാമ്പത്തിക മേധാവിത്വം ദുർബലമായി. എക്കണോമിക് ഡൊമൈൻസ് ഓഫ് യൂറോപ്പ് ഡിമിനിഷ്ഡ്. അതുപോലെ തന്നെ അനദർ ലിബറേഷൻ മൂവ്മെൻറ്റ്സ് ഇൻ ഏഷ്യ ആൻഡ് ആഫ്രിക്ക സ്ട്രെങ്തൻഡ്. ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും സ്വാതന്ത്ര്യ സമരങ്ങൾ ശക്തിപ്പെട്ടു. അങ്ങനെ അവസാനമായി ലോകസമാധാനം സംരക്ഷിക്കുന്നതിന് വേണ്ടി സർവ്വരാഷ്ട്ര സഖ്യം എന്ന ഒരു സംഘടന രൂപം കൊണ്ടു. In a bid to bring about peace in the world, the League of Nations was formed. മക്കളെ, ഇനി നമുക്ക് എടുക്കാനുള്ളത് ഈ പാഠഭാഗത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമായിട്ടുള്ള സമാധാന ശ്രമങ്ങൾ എന്ന പാഠഭാഗത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ്. പീസ് എഫേർട്സ്. A peace conference was convened at Paris in 1990 to discuss post-war situation under the leadership of the winning allies Britain and France. They signed different treaties with the defeated nations. Among these treaties, the Versailles Treaty signed with Germany in 1990 was the most important one. ഒന്നാം ലോക യുദ്ധത്തിൽ വിജയിച്ച ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും നേതൃത്വത്തിലുള്ള സഖ്യം 1919 പാരീസിൽ നടന്ന സമാധാന സമ്മേളനത്തിൽ വെച്ച് യുദ്ധാനന്തര ലോകത്തിൻ്റെ ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്തു. പരാജയപ്പെട്ട രാഷ്ട്രങ്ങളുമായി അവർ വെവ്വേറെ സന്ധികൾ ഒപ്പിട്ടു. അതിലേറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ജർമ്മനിയുമായി 1919 ഒപ്പുവെച്ച വേഴ്സായ് സന്ധി. ഓക്കെ, ഇനി നമുക്ക് വേഴ്സായ് സന്ധിയിലെ വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. The Versailles Treaty signed in 1990. German colonies were divided among the victorious powers. Germany forced to pay a huge amount as war indemnity. The Allies occupied the rich mines of Germany. Above all, war guilt was imposed on Germany and was disarmed. ഓക്കെ, ഇതുപ്രകാരം ജർമ്മനിയുടെ മുഴുവൻ കോളനികൾ സഖ്യകക്ഷികൾ വീതിച്ചെടുത്തു. യുദ്ധ നഷ്ടപരിഹാരമായി ഒരു വൻ സംഖ്യ തന്നെ ജർമ്മനി സഖ്യകക്ഷികൾക്ക് നൽകേണ്ടതായിട്ട് വന്നു. സമ്പന്നമായ ഖനിപ്രദേശങ്ങൾ സഖ്യകക്ഷികൾ കൈക്കലാക്കി. എല്ലാറ്റിൻ്റെ ഉപരി യുദ്ധക്കുറ്റം ജർമ്മനിയിൽ കെട്ടിവെക്കുകയും ജർമ്മനിയെ നിരായുധീകരിക്കുകയും ചെയ്തു.
ഒന്നാം ലോകയുദ്ധത്തിന് ശേഷം വേഴ്സായ് സന്ധി ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ നഷ്ടം തന്നെയായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് ഒന്നാം ലോകയുദ്ധത്തിൽ വിജയിച്ചവർക്ക് പരാജയപ്പെട്ടവരോടുണ്ടായിരുന്ന പ്രതികാരത്തിൻ്റെ ഉദാഹരണമായിട്ട് വേഴ്സായ് സന്ധിയെ വിലയിരുത്തപ്പെടുന്നത്. The Treaty of Versailles was an example of the vengeance against the defeated nations. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. സാമ്പത്തിക മാന്ദ്യം, എക്കണോമിക് ഡിപ്രഷൻ. ഒന്നാം ലോക യുദ്ധത്തിൻ്റെ ഫലമായിട്ട് ലോകത്തുണ്ടായ സാമ്പത്തിക മാന്ദ്യം, എക്കണോമിക് ഡിപ്രഷൻ. അതിൻ്റെ ഫലമായിട്ട് അമേരിക്ക സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ടു. എന്നാൽ അമേരിക്കയിൽ സാമ്പത്തിക മാന്ദ്യം ബാധിച്ചില്ല. എന്നാൽ 1929 അമേരിക്ക ഇത് കാര്യമായിട്ട് ബാധിച്ചു തുടങ്ങി. എന്താണ് ഇതിൻ്റെ കാരണങ്ങൾ നമുക്ക് വിലയിരുത്താം. ഒന്ന്, യുദ്ധം പാപ്പരാക്കിയ ജനങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാൻ കഴിവില്ലാതെയായി. പീപ്പിൾ ഹൂ ബിക്കം പോപ്പർ ഓർ പുവർ ബിക്കോസ് ഓഫ് ദി വാർ കുഡിൻറ്റ് അഫോർഡ് ദി കമ്മോഡിറ്റീസ്. രണ്ട്, ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാതെ ഫാക്ടറികൾ കെട്ടിക്കിടന്നു. ദി ഗുഡ്സ് വെയർ കെപ്റ്റ് അൺസോൾഡ് ഇൻ ഫാക്ടറീസ്. യൂറോപ്യൻ നാഷൻസ് ഫെയിൽഡ് ടു റീപേ ദെയർ ഡെബ്റ്റ്സ് ടു ദി USA. അമേരിക്കയിൽ നിന്നെടുത്ത വായ്പകൾ തിരിച്ചടക്കുന്നതിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കഴിയാത്തൊരവസ്ഥയുണ്ടായി, വീഴ്ചയുണ്ടായി. ബാങ്കുകൾ തകർന്നു, പണപ്പെരുപ്പം വർദ്ധിച്ചു. ദി യൂറോപ്യൻ നാഷൻസ് ഫെയിൽഡ് ടു റീപേ ദെയർ ഡെബ്റ്റ്സ് ടു USA. ബാങ്ക്സ് കൊളാപ്സ്ഡ്. ഇൻഫ്ലേഷൻ ബിക്കെയിം അൺകൺട്രോളബിൾ ആൻഡ് അക്യൂട്ട് അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് പോവർട്ടി. ഇതിൻ്റെ ഫലമായി തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും രൂക്ഷമായിട്ട് ലോകത്ത് അനുഭവിക്കുകയും ചെയ്യും. കൂട്ടുകാരെ, ഈ പ്രതിസന്ധിയെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് യൂറോപ്യൻ രാജ്യങ്ങൾ ചെയ്തതെന്നറിയണ്ടേ? ടു ഓവർകം ദിസ് ക്രൈസിസ്, ദ യൂറോപ്യൻ നാഷൻസ് അഡോപ്റ്റഡ് എ സ്ട്രാറ്റജി ഓഫ് ഇമ്പോസിംഗ് ഹെവി ടാക്സസ് ഓൺ ദി കോളനീസ്. Therefore, the economic crisis of imperialist nations became a burden to the colonies. ഈ പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടി യൂറോപ്യൻ രാജ്യങ്ങൾ കണ്ടെത്തിയ മാർഗം തങ്ങളുടെ കൈവശമുള്ള കോളനികളിൽ നികുതി വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു. അങ്ങനെ സാമ്രാജ്യത്വത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഭാരവും കൂടി പാവപ്പെട്ട കോളനി രാജ്യങ്ങളിൽ മേൽ ഏൽപ്പിക്കുകയാണ് ചെയ്തു, അവരുടെ ചുമലേൽപ്പിച്ചു. കുട്ടികളെ, നിങ്ങൾ 35-ാമത്തെ പേജിൽ ബ്ലാക്ക് തേഴ്സ്ഡേ, കറുത്ത വ്യാഴാഴ്ച എന്നൊരു ഹെഡിങ് കണ്ടോ? എന്താണെന്ന് നോക്കാം. ഈ യൂറോപ്പിലെ സാമ്പത്തിക തകർച്ചയുടെ ഫലമായിട്ട് ദി സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ഇൻ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓൺ 24 October 1929 ഈസ് നോൺ ആസ് ദി ബ്ലാക്ക് തേഴ്സ്ഡേ. എന്താണെന്ന് വെച്ചാൽ 1929 ഒക്ടോബർ 24 ന്യൂയോർക്ക് ഓഹരി കമ്പോളത്തിലുണ്ടായ തകർച്ച കറുത്ത വ്യാഴാഴ്ച എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി മറ്റൊരു വിഷയത്തിലേക്ക് നമ്മൾ പോകുന്നത് 36-ാമത്തെ പേജിലെ ഫാഷിസവും നാസിസവും എന്ന വിഷയത്തിലേക്ക്. സാമ്രാജ്യത്വത്തിൻ്റെ ഉൽപ്പന്നങ്ങളായിട്ടുള്ള ഫാസിസത്തെക്കുറിച്ചും നാസിസത്തെക്കുറിച്ചുമാണ് നമുക്കിനി സംസാരിക്കാനുള്ളത്. മക്കളെ, നിങ്ങൾക്കറിയുമോ ആരാണ് ഫാസിസത്തിൻ്റെ ഉപജ്ഞാതാവ്? അതുപോലെ നാസിസത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് അറിയുമോ? നമുക്കൊന്ന് പരിചയപ്പെടാം. ഫാസിസത്തിൻ്റെ ഉപജ്ഞാതാവ് ഇറ്റലിയിലെ മുസോളിനിയായിരുന്നു. നാസിസത്തിൻ്റെ ഉപജ്ഞാതാവ് ജർമ്മനിയിലെ അഡോൾഫ് ഹിറ്റ്ലറുമായിരുന്നു. മക്കളെ, ഇനി നമുക്ക് ഫാസിസത്തെക്കുറിച്ചും നാസിസത്തെക്കുറിച്ചും മനസ്സിലാക്കുന്നതിന് തൊട്ട് മുമ്പ് ചാർലി ചാപ്ലിൻ എന്നറിയപ്പെടുന്ന പ്രസിദ്ധനായ ഒരു വ്യക്തിയുടെ ദി ഗ്രേറ്റ് ഡിക്റ്റേറ്റർ എന്ന സിനിമയിലെ ഏതാനും ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ടു ദോസ് ഹൂ ക്യാൻ ഹിയർ മീ ഐ സേ, ഡു നോട്ട് ഡെസ്പെയർ. ദ മിസറി ദാറ്റ് ഈസ് നൗ
upon us is but the passing of greed. The bitterness of men who fear the way of human progress, the hate of men will pass, and dictators die. And the power they took from the people will return to the people. And so long as men live, liberty will never perish. എന്നെ ശ്രമിക്കുന്നവരോട് നിരാശപ്പെടരുതെന്ന് ഞാൻ പറയുന്നു. മനുഷ്യൻ്റെ അത്യാർത്തിയാണ് മനുഷ്യൻ്റെ ദുരന്തമായി പരിണമിച്ചത്. മനുഷ്യവിദ്വേഷം ഇല്ലാതാവുകയും ഏകാധിപതികൾ മരണപ്പെടുകയും ചെയ്യും. ജനങ്ങളിൽ നിന്ന് തട്ടിയെടുത്ത അധികാരം അവർ മരണമടയുന്നതോടെ ജനങ്ങൾ തിരിച്ചെടുക്കുക തന്നെ ചെയ്യും. മനുഷ്യൻ നിലനിൽക്കുന്നിടത്തോളം കാലം സ്വാതന്ത്ര്യം നശിക്കുകയില്ല. ചാർലി ചാപ്ലിൻ്റെ ഈ വാക്കുകളിൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് എന്തായിരുന്നു യൂറോപ്യൻ രാജ്യത്ത് നിലനിന്നിരുന്ന അവസ്ഥ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാം ലോക യുദ്ധത്തിൽ വിജയിച്ച രാജ്യങ്ങളുടെയും പരാജയപ്പെട്ട രാജ്യങ്ങളുടെയും അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. പല യൂറോപ്യൻ രാജ്യങ്ങളിലും നിലവിലുള്ള ഭരണകൂടങ്ങൾക്ക് അധികാരം നഷ്ടപ്പെട്ടു. ജനങ്ങൾ തൊഴിൽ രഹിതരായി. നാണയപ്പെരുപ്പം സാമ്പത്തിക മേഖലയെ വളരെയധികം ബാധിച്ചു. ഈ രാഷ്ട്രീയ സാമ്പത്തിക അനിശ്ചിതത്വത്തെ ചൂഷണം ചെയ്തുകൊണ്ട് അധികാരത്തിൽ വന്ന രണ്ട് ആശയങ്ങളായിരുന്നു ഇറ്റലിയിലെ ഫാസിസവും ജർമ്മനിയിലെ നാസിസവും. സാമ്പത്തിക തകർച്ച, യുദ്ധത്തിൽ വിജയിച്ചവരോടുള്ള പ്രതികാര മനോഭാവം, ലക്ഷ്യബോധമില്ലായ്മ തുടങ്ങിയ ഘടകങ്ങൾ ഈ ഫാസിസത്തിനും നാസിസത്തിനും രാജ്യത്ത് വളർന്നു വരുന്നതിന് അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയുണ്ടായി. കൂട്ടുകാരെ, ഇനി നമുക്ക് ഫാസിസത്തിൻ്റെ ചില സവിശേഷതകളെക്കുറിച്ച് പരിചയപ്പെടാം. ഫാസിസത്തിൻ്റെ അതേ സവിശേഷതകൾ തന്നെയാണ് നാസിസത്തിൻ്റെയും സവിശേഷത എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓരോന്നോരോന്ന് ഞാനൊന്നുകൂടി വിശദീകരിക്കാം. Antagonism to democracy. Antagonism to democracy means ജനാധിപത്യത്തോടുള്ള വിരോധം. Opposition to socialism. Opposition to socialism means സോഷ്യലിസത്തോടുള്ള എതിർപ്പ്. ഗ്ലോറിഫയിങ് ദി നാഷൻ. രാഷ്ട്രത്തെ മഹത്വവൽക്കരിക്കൽ. അഡോണിങ് ദി പ്യൂരിറ്റി ഓഫ് റേസ്. വംശമഹിമ ഉയർത്തിപ്പിടിക്കൽ. ജസ്റ്റിഫയിങ് വാർ. യുദ്ധത്തെ മഹത്വവൽക്കരിക്കൽ. ഡിഫ്യൂഷൻ ഓഫ് അഗ്രസീവ് നാഷണലിസം. തീവ്രദേശീയത പ്രചരിപ്പിക്കൽ. ഡെഫൈങ് ദി പാസ്റ്റ് ഓർ ദി അപ്രീസിയേഷൻ ഓഫ് ദി പാസ്റ്റ്. ഭൂതകാലത്തെ പ്രകീർത്തിക്കൽ. Indoctrination of ideologies through arts, literature and education. കല, സാഹിത്യം, വിദ്യാഭ്യാസം തുടങ്ങിയവയിലൂടെ ആശയപ്രചാരണം നടത്തുക. or propagation ideologies through arts, literature and education. Military dictatorship. സൈനിക സ്വച്ഛാധിപത്യം. ഡിസ്ട്രക്ഷൻ ഓഫ് പൊളിറ്റിക്കൽ റൈവൽസ്. രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യൽ. ഇത്രയും ക്രൂരമായ വിനോദമായിരുന്നു ഫാസിസത്തിൻ്റെ സവിശേഷതകളെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. മക്കളെ, നമുക്കിനി പഠിക്കാനുള്ളത് മുസോളിനിയും ഫാസിസവും എന്ന ഹെഡിങ്ങിൽ നിന്നുകൊണ്ടാണ്. നിങ്ങളെല്ലാവരും പേജ് നമ്പർ 37 ഒന്ന് മറിക്കുക. അദ്ദേഹത്തിൻ്റെ വാക്ക് വളരെ ശ്രദ്ധേയമാണ്. പുരുഷന് യുദ്ധം, സ്ത്രീക്ക് മാതൃത്വം എന്നതുപോലെയാണ്. വാർ ഈസ് ടു മാൻ വാട്ട് മെറ്റേണിറ്റി ഈസ് ടു വുമൻ. പുരുഷന് യുദ്ധം, സ്ത്രീക്ക് മാതൃത്വം എന്നതുപോലെയാണ്. അദ്ദേഹത്തിൻ്റെ ഈ വാക്കിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് യുദ്ധഭ്രാന്ത്, ഫാസിസത്തിൻ്റെ യുദ്ധഭ്രാന്ത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. These are the words of Benito Mussolini. Is war is to man, but maternity is to woman.
who let fascist reign in Italy. Okay, now let us discuss the circumstances under which the fascist party came to power in Italy. ഇറ്റലിയിൽ ഫാസിസ്റ്റ് ഭരണകൂടത്തിന് നേതൃത്വം കൊടുത്ത ബെനിറ്റോ മുസോളിനിയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. പുരുഷന് യുദ്ധം, സ്ത്രീക്ക് മാതൃത്വം എന്നതുപോലെ. ഇതിൽ തന്നെ നമുക്ക് ഫാസിസ്റ്റ് പാർട്ടി എങ്ങനെയാണ് ഇറ്റലിയിൽ അധികാരത്തിലെത്തിയെന്ന സാഹചര്യം നമുക്കൊന്ന് വിലയിരുത്താവുന്നതാണ്. ശ്രദ്ധിക്കുക, എങ്ങനെയാണ് ഫാസിസ്റ്റ് പാർട്ടി ഇറ്റലിയിൽ അധികാരത്തിൽ വന്നതെന്നും കൂടി വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഇറ്റലി ഗോട്ട് നത്തിങ് ദോ ഷി വാസ് വിത്ത് ദി വിക്ടേഴ്സ് ഇൻ ദി ഫസ്റ്റ് വേൾഡ് വാർ. ഒന്നാം ലോക യുദ്ധത്തിൽ വിജയിച്ചവരുടെ കൂട്ടത്തിൽ പെട്ടിട്ടും ഇറ്റലിക്ക് കാര്യമായ നേട്ടങ്ങളൊന്നും ലഭിച്ചില്ല. രണ്ടാമതായി, പോസ്റ്റ് വാർ ഡിസ്ട്രക്ഷൻ ഓഫ് ഇൻഡസ്ട്രീസ്, അൺഎംപ്ലോയ്മെൻറ്റ്, ഇൻക്രീസ് ഇൻ ടാക്സ്, ഇൻഫ്ലേഷൻ എക്സെട്ര kept people away from the government. യുദ്ധാനന്തര കാലത്തെ വ്യവസായങ്ങളുടെ തകർച്ച, തൊഴിലില്ലായ്മ, നികുതി വർധനവ്, പണപ്പെരുപ്പം തുടങ്ങിയവ ജനങ്ങളെ ഭരണകൂടത്തിൽ നിന്ന് അകറ്റുകയുണ്ടായി. മൂന്നാമതായി, ഇൻഡസ്ട്രിയൽസ് ഇൻ ഫിയർ ഓഫ് ഇറ്റലി മൂവിങ് ടു സോഷ്യലിസം were promoted to support of fascism. അതായത് രാജ്യം സോഷ്യലിസ്റ്റ് വിപ്ലവത്തിലേക്ക് പോകുമോ എന്ന ഭയം ഫാസിസത്തെ പിന്തുണക്കാൻ സമ്പന്നരായ പലരെയും പ്രേരിപ്പിക്കുകയും ചെയ്തു. അതായത് സമ്പന്നർ മുസോളിനിയെ പോലുള്ള ഒരു ഏകാധിപതിയുടെ കൂടെ നിന്നു എന്നതും ഒരു യാഥാർത്ഥ്യമായിരുന്നു. ഇതിൽ നമ്മൾ ഒന്നാമത്തെ പോയിൻ്റ് ഒന്ന് ശ്രദ്ധിക്കുക. അതായത് ഒന്നാം ലോകയുദ്ധത്തിൽ വിജയിച്ചവരുടെ കൂട്ടത്തിൽപ്പെട്ടിട്ടും ഇറ്റലിക്ക് കാര്യമായ നേട്ടങ്ങളൊന്നും ലഭിച്ചില്ല. ഇറ്റലി ഗോട്ട് നത്തിങ് ദോ ഷീ വാസ് വിത്ത് ദി വിക്ടേഴ്സ് ഇൻ ദി ഫസ്റ്റ് വേൾഡ് വാർ. സത്യത്തിൽ ഇറ്റലി എവിടെയായിരുന്നു? ത്രികക്ഷി സഖ്യത്തിൻ്റെ കൂടെയായിരുന്നു. ജർമ്മനി, ആസ്ട്രിയ, ഹംഗറി, ഇറ്റലി. ഇതാണ് ത്രികക്ഷി സഖ്യം. അതായത് പരാജയപ്പെട്ട സഖ്യത്തിൻ്റെ കൂടെയായിരുന്നു. പിന്നെ എങ്ങനെയാണ് വിജയിച്ചവരുടെ കൂടെയായത്? അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാം ലോകയുദ്ധം ആരംഭിച്ചപ്പോൾ ത്രികക്ഷി സഖ്യത്തിലായിരുന്ന ഇറ്റലി യുദ്ധം തുടരവെ ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും പക്ഷത്തേക്ക് നേരെ കൂറുമാറി. അങ്ങനെയാണ് ഇറ്റലി വിജയിച്ചവരുടെ കൂടെയായതെന്ന് പറയപ്പെടുന്നത്. ഓക്കെ മക്കളെ, ഇനി നമുക്ക് മുസോളിനി എങ്ങനെയാണ് ഇറ്റലിയിൽ അധികാരത്തിൽ വന്ന് അദ്ദേഹം ഫാസിസം നടപ്പിലാക്കിയതെന്ന് മനസ്സിലാക്കണ്ടേ. ഓക്കെ, മുസോളിനി റിസോർട്ടഡ് ടു ഡെസ്പോട്ടിക് മെഷേഴ്സ് ഇൻ ദി പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ഫീൽഡ്സ് ഓഫ് ഇറ്റലി. ഇറ്റലിയിൽ അധികാരത്തിലേറിയ മുസോളിനി രാഷ്ട്രീയ, സാമ്പത്തിക മേഖലകളിൽ സ്വച്ഛാധിപത്യപരമായ നടപടികൾ കൈക്കൊണ്ടു. വയലൻസ് ആൻഡ് ഫെറോസിറ്റി വേർ ദി സ്ട്രാറ്റജീസ് ഓഫ് ദി ഫാസിസ്റ്റ്. അക്രമത്തിൻ്റെയും ഹിംസയുടെയും മാർഗമാണ് ഫാസിസ്റ്റുകൾ സ്വീകരിച്ചത്. സോഷ്യലിസ്റ്റ് ആൻഡ് ലീഡേഴ്സ് ഓഫ് പെസൻസ് ആൻഡ് വർക്കേഴ്സ് വെർ പ്രൊക്ലൈംഡ് ആസ് എനിമീസ് ഓഫ് ദി നാഷൻ. Those who opposed the fascist party were executed. അക്രമത്തിൻ്റെയും ഹിംസയുടെ മാർഗമാണ് സ്വീകരിച്ചു. അതേപോലെ തന്നെ സോഷ്യലിസ്റ്റുകൾ, തൊഴിലാളി കർഷക നേതാക്കൾ എന്നിവരെ രാഷ്ട്രത്തിൻ്റെ ശത്രുക്കളാക്കി പ്രഖ്യാപിച്ചു. ഫാസിസ്റ്റ് പാർട്ടിയെ എതിർത്തവരെ വധശിക്ഷയ്ക്ക് വരെ വിധേയമാക്കുകയുണ്ടായി. ദി എയിം ഓഫ് മുസോളിനി വാസ് ടു റീസ്റ്റോർ ആൻ ancient Roman empire ആസ് പാർട്ട് ഓഫ് ദിസ്. അതായത് പ്രാചീന റോമാ സാമ്രാജ്യത്തിൻ്റെ പുനഃസ്ഥാപനമായിരുന്നു മുസോളിനിയുടെ ലക്ഷ്യം. അതിൻ്റെ ഭാഗമായി പ്രാചീന റോമൻ ഭരണത്തിൻ്റെ പല മുദ്രകളും അദ്ദേഹം സ്വീകരിക്കുകയുണ്ടായി. യൂസിങ് ദിസ് മിലിറ്ററി ഫോഴ്സ്
ദി ബ്ലാക്ക് ഷർട്ട്സ്, ഫാസിസ്റ്റ് നയങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ബ്ലാക്ക് ഷർട്ട്സ്, കരിങ്കുപ്പായക്കാർ എന്ന ഒരു സൈനിക വിഭാഗത്തെ അദ്ദേഹം ഉപയോഗിച്ച് എതിരാളികളെ അടിച്ചമർത്തി. അങ്ങനെ തീർത്തും അക്രമോത്സുകമായ വിദേശ നയം സ്വീകരിച്ച മുസോളിനി എത്യോപ്യ, അൽബേനിയ തുടങ്ങിയ രാജ്യങ്ങൾ ആക്രമിക്കുകയും ഇറ്റലിയുടെ സാമ്രാജ്യത്വ മോഹം ലോകരാജ്യങ്ങളെ മറ്റൊരു ലോകയുദ്ധത്തിലേക്ക് നയിക്കുകയും ചെയ്തു. യൂസിങ് ദിസ് മിലിറ്ററി ഫോഴ്സ്, ദി ബ്ലാക്ക് ഷർട്ട്സ്, Mussolini suppressed the opponents through fascist policies. His aggressive foreign policy led him to conquer nations like Ethiopia and Albania, etc. Italy's run for dictatorship paved the way for the outbreak of another war. അതായത് അൽബേനിയ അതുപോലെ എത്യോപ്യ പോലെ രാജ്യങ്ങൾ ആക്രമിച്ച് കീഴടക്കുകയും അങ്ങനെ ഇറ്റലി സാമ്രാജ്യത്വ മോഹമുള്ള രാജ്യമായി മാറുകയും ആ സാമ്രാജ്യത്വ മോഹം ലോകരാജ്യങ്ങളെ മറ്റൊരു ലോകയുദ്ധത്തിലേക്ക് നയിക്കുകയും ചെയ്തു. ഓക്കെ മക്കളെ, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. പേജ് നമ്പർ 38 നോക്കുക. ഹിറ്റ്ലർ ആൻഡ് നാസിസം. ഹിറ്റ്ലറും നാസിസവും. ഹിറ്റ്ലറെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ നാസിസ്റ്റ് പാർട്ടിയെക്കുറിച്ചും പഠനവിധേയമാക്കുന്നതിന് മുമ്പ് ജർമ്മൻ പുരോഹിതനായ പാസ്റ്റർ മാർട്ടിൻ നിമോളറുടെ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. കേൾക്കുക. ഫസ്റ്റ് ദേ കെയിം ഫോർ ദി സോഷ്യലിസ്റ്റ് and I did not speak out because I was not a socialist. Then they came for the trade unionist and I did not speak out because I was not a trade unionist. Then they came for the Jews and I did not speak out because I was not a Jew. Then they came for me and then was no one left to speak for me. ജർമ്മൻ പാസ്റ്ററുടെ പാസ്റ്റർ മാർട്ടിൻ നിമോളർ വളരെ പ്രസിദ്ധമായ വാക്കാണിത്. അവർ ആദ്യം വന്നത് സോഷ്യലിസ്റ്റുകളെ തേടിയായിരുന്നു. ഞാനൊരു സോഷ്യലിസ്റ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ ഞാനൊന്നും പ്രതികരിച്ചില്ല. പിന്നീട് അവർ വന്നത് ട്രേഡ് യൂണിയൻകാരെ തിരക്കിയായിരുന്നു. ഞാൻ ഒരു ട്രേഡ് യൂണിയൻകാരനല്ലാത്തതിനാൽ ഞാൻ പ്രതിഷേധിച്ചതേയില്ല. പിന്നീട് അവർ വന്നത് ജൂതരെ തേടിയായിരുന്നു. ഒരു ജൂതനല്ലാത്തതിനാലും ഞാൻ അപ്പോഴും പ്രതികരിച്ചതില്ല. ഒടുവിൽ അവർ വന്നത് എന്നെ തേടിയായിരുന്നു. അപ്പോഴേക്കും എനിക്ക് വേണ്ടി പ്രതിഷേധിക്കാൻ മറ്റാരും തന്നെ ബാക്കിയുണ്ടായിരുന്നില്ല. ജർമ്മൻ പുരോഹിതൻ പാസ്റ്റർ മാർട്ടിൻ നിമോളറിൻ്റെ പ്രസിദ്ധമായ വാക്കിൽ നിന്ന് തന്നെ നാസിസത്തിൻ്റെ തേരോട്ടവും നാസിസം എങ്ങനെയാണ് ഒരു ജനസമൂഹത്തിൽ സ്വാധീനം ചെലുത്തുന്നതെന്നും അതതിൻ്റെ പ്രതിയോഗികളെ ഇല്ലായ്മ ചെയ്യുന്നതെന്നും മനസ്സിലാക്കാൻ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് ഉപകാരപ്പെടും. അതുകൊണ്ട് ഫാസിസവും നാസിസവും ഏത് രാജ്യത്തെവിടെ പ്രത്യക്ഷപ്പെട്ടാലും അതിനെ പ്രതിരോധിക്കേണ്ട ബാധ്യത ഓരോരുത്തർക്കുമുണ്ട് എന്ന് പാസ്റ്റർ മാർട്ടിൻ നിമോളറിൻ്റെ ഈ വാക്കുകളിലൂടെ നമുക്ക് കൃത്യമായിട്ട് ബോധ്യമാകും. ഈ വസ്തുതയെ വെച്ചുകൊണ്ട് നമുക്ക് ഹിറ്റ്ലറെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ നാസിസത്തെക്കുറിച്ചും വിലയിരുത്താമെന്നാണ് സൂചിപ്പിക്കുന്നത്. അടുത്തതായി നമുക്ക് എങ്ങനെയാണ് ഹിറ്റ്ലറും നാസിസവും ജർമ്മനിയിൽ അധികാരത്തിൽ വന്നതെന്ന് ഒന്ന് വിലയിരുത്താം. ഫാസിസത്തിൻ്റെ ജർമ്മൻ പതിപ്പാണ് നാസിസം. നാസി പാർട്ടിയുടെ നേതാവായ അഡോൾഫ് ഹിറ്റ്ലറെ
ജർമ്മനിയിൽ അധികാരത്തിലേറാൻ സഹായിച്ച ഘടകങ്ങളെ നമുക്കൊന്ന് വിലയിരുത്താവുന്നതാണ്. നാസിസം ഈസ് ദി ജർമ്മൻ വേർഷൻ ഓഫ് ഫാസിസം. Okay, let us look at the factors that helped Hitler, the leader of Nazi party, come to power in Germany. First, the Treaty of Versailles imposed by the victorious Allies on Germany after the First World War. ഒന്നാം ലോകയുദ്ധാനന്തരം ജർമ്മനിയുടെ മേൽ അടിച്ചേൽപ്പിച്ച വേഴ്സായ്സ് സന്ധി ആയിരുന്നു ഒരു കാരണം. ദെൻ സെക്കൻഡ്, എക്കണോമിക് ഡിസ്ട്രക്ഷൻ ആൻഡ് ഇൻഫ്ലേഷൻ. രണ്ടാമതായി സാമ്പത്തിക തകർച്ചയും പണപ്പെരുപ്പവും. ദെൻ ദി തേർഡ് കോസസ്, failure of German government and the resultant political uncertainty. ജർമ്മൻ ഭരണകൂടത്തിൻ്റെ പരാജയവും രാഷ്ട്രീയ അസ്ഥിരതയും. ഇതിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും, വേഴ്സായ്സ് സന്ധി ജർമ്മനിയുടെ മേൽ അടിച്ചേൽപ്പിച്ചതാണെന്നും ആ ജർമ്മൻ ജനതയുടെ പ്രതികാര മനോഭാവത്തെ ഹിറ്റ്ലർ സമർത്ഥമായിട്ട് വിനിയോഗിച്ചുകൊണ്ടാണ് ജർമ്മനിയിൽ ഹിറ്റ്ലർ അധികാരത്തിൽ വന്നതെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മുപ്പത്തി എട്ടാമത്തെ പേജിലെ കാര്യങ്ങളൊന്നും കൂടി ശ്രദ്ധിക്കുക. എങ്ങനെയാണ് ഹിറ്റ്ലർ തൻ്റെ അധികാരങ്ങൾ ജർമ്മനിയിൽ വിനിയോഗിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിത്ത് ഹിസ് ഒറേറ്ററി സ്കിൽസ് ആൻഡ് ഓർഗനൈസേഷണൽ എബിലിറ്റീസ്, ഹിറ്റ്ലർ ഈസിലി സക്സീഡഡ് ഇൻ ഗെയിനിങ് പോപ്പുലർ സപ്പോർട്ട്. തൻ്റെ സംഘാടന മികവും പ്രസംഗപാഠവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജർമ്മൻകാരെ അദ്ദേഹം വളരെ വേഗം ആകർഷിക്കുകയുണ്ടായി. ഹി ഡിസ്മിസ്ഡ് ദി ഗവൺമെൻറ് ആൻഡ് ക്യാപ്ചേർഡ് പവർ. സോഷ്യലിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ്, ജ്യൂസ് ആൻഡ് ഡെമോക്രാറ്റ്സ് വെർ എക്സിക്യൂട്ടഡ്. ജർമ്മനിയിൽ നിലവിലുണ്ടായിരുന്ന ഭരണകൂടത്തെ അദ്ദേഹം പുറന്തള്ളി, പിരിച്ചുവിട്ടു. അങ്ങനെ അധികാരത്തിലെത്തിയ അദ്ദേഹം നാസിസത്തിൻ്റെ പ്രധാന ശത്രുക്കളായ സോഷ്യലിസ്റ്റുകളെയും കമ്മ്യൂണിസ്റ്റുകളെയും ജൂതന്മാരെയും ജനാധിപത്യവാദികളെയൊക്കെ നിഷ്കരുണം കൊന്നൊടുക്കി. ഹിറ്റ്ലർ ഹെൽഡ് ദ ജ്യൂസ് റെസ്പോൺസിബിലിറ്റീസ് ഫോർ ജർമ്മനീസ് റൂയിൻ ആൻഡ് ഹ്യൂമിലിറ്റേഷൻ. ജർമ്മനിക്കുണ്ടായ അപമാനങ്ങൾക്കും തിരിച്ചടികൾക്കും ഉത്തരവാദികൾ ജൂതന്മാരാണെന്ന് ഹിറ്റ്ലർ ആരോപിക്കുകയുണ്ടായി. Jews were massacred and made in especially built concentration camp. This is known as the Holocaust. അങ്ങനെ പ്രത്യേകം തയ്യാറാക്കിയ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ വെച്ച് ജൂതന്മാർ ക്രൂരമായി കൂട്ടക്കൊല ചെയ്തു. ഈ സംഭവത്തെ ഹോളോകാസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. ജൂതന്മാരെ പ്രത്യേകം തയ്യാറാക്കിയ ക്യാമ്പുകളിൽ വെച്ച് കൂട്ടക്കൊല നടത്തിയ സംഭവത്തെ ഹോളോകാസ്റ്റ് എന്ന് വിളിക്കുന്നു. അങ്ങനെ അതിനു വേണ്ടിയിട്ട് എ മിലിറ്ററി ഫോഴ്സ്, ബ്രൗൺ ഷർട്ട്സ് ആൻഡ് എ സീക്രട്ട് പോലീസ് ട്രൂപ്പ് ഗെസ്റ്റപ്പോ were in charge of assaulting and massacring the Jews. ഇതിനായിട്ട് എന്ത് ചെയ്തു എന്നറിയണ്ടേ? ഒരു പ്രത്യേക സേനാ വിഭാഗത്തെ തയ്യാറാക്കി. അതിൻ്റെ പേരെന്തായിരുന്നു? ബ്രൗൺ ഷർട്ട്സ്, തവിട്ട് കുപ്പായക്കാർ. മാത്രമല്ല ഗെസ്റ്റപ്പോ എന്നൊരു രഹസ്യ സംഘത്തിനും രൂപം നൽകുകയും ചെയ്തു. അങ്ങനെ ഹിറ്റ്ലർ projected the purity of Aryan race
and argued that Aryans should rule the world. മറ്റൊരു തന്ത്രം കൂടി അദ്ദേഹം പ്രയോഗിച്ചു. എന്താണ് തന്ത്രം? ഫാസിസത്തിൻ്റെ എക്കാലത്തെയും തന്ത്രമായ വർഗീയതയും അതുപോലെ തന്നെ മനുഷ്യരെ ഭിന്നിപ്പിക്കുന്ന ചില തത്വങ്ങളും. അതായത് ആര്യന്മാരാണ് ലോകത്തിലെ പരിശുദ്ധ വംശമെന്നും അവരാണ് ലോകം ഭരിക്കേണ്ടതെന്നും ജർമ്മൻകാർ ആര്യന്മാരാണെന്നും ഹിറ്റ്ലർ അഭിപ്രായപ്പെട്ടു. ആര്യമേധാവിത്വത്തെ ഉയർത്തിക്കാണിക്കുന്ന ഒരവസ്ഥ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ഹി ഡിഫൈൻഡ് ദി ആര്യൻസ് ancestry of Germans. All other political parties except the Nazi party were banned. Trade unions also were banned. അതുകൊണ്ട് എന്ത് ചെയ്തു? അവർ നാസി പാർട്ടി ഒഴികെയുള്ള മറ്റുള്ള എല്ലാ പാർട്ടികളെയും ജർമ്മനിൽ നിരോധിച്ചു. തൊഴിലാളി സംഘടനകൾക്ക് പ്രത്യേകമായ വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്യുകയുണ്ടായി. മിലിറ്ററി സർവീസ് വാസ് മെയ്ഡ് കമ്പൽസറി. എന്നിട്ട് എന്ത് ചെയ്തു? ജനങ്ങൾക്ക് സൈനിക സേവനം നിർബന്ധമാക്കി. ഹിറ്റ്ലർ ഇൻസൈറ്റഡ് എ സ്പിരിറ്റ് ഓഫ് റിവെഞ്ച് അമംഗ് ദി ജർമൻസ് അഗെയിൻസ്റ്റ് ദി ടേംസ് ഓഫ് ദ ട്രീറ്റി ഓഫ് വേഴ്സൈൽസ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച വേഴ്സൈൽ സന്ധിയുണ്ടല്ലോ, ഈ വേഴ്സൈൽ സന്ധിയിലെ വ്യവസ്ഥകൾക്കെതിരെ ജനങ്ങളിൽ പ്രതികാരബോധം മനോഭാവം വളർത്തിയെടുക്കാൻ ശ്രമം നടത്തുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഹി യൂസ്ഡ് ന്യൂസ് പേപ്പേഴ്സ്, റേഡിയോ, സിനിമ ആൻഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം വൈഡ്ലി ടു പ്രൊപ്പഗേറ്റ് ദി ഐഡിയോളജീസ് ഓഫ് നാസിസം. എന്നിട്ട് എന്ത് ചെയ്തെന്നറിയണ്ടേ? പത്രം, സിനിമ, റേഡിയോ, വിദ്യാഭ്യാസം തുടങ്ങിയ മാർഗങ്ങളെ ആശയവിനിമയത്തിന്, നാസിസത്തിൻ്റെ ആശയപ്രചാരണത്തിന് വിനിയോഗിക്കുകയും ചെയ്തു. അങ്ങനെ ടേക്കിംഗ് അഡ്വാൻറ്റേജ് ഓഫ് ദി ഫീലിംഗ് ഓഫ് റിവെഞ്ച് അമംഗ് ജർമൻസ്, ഹിറ്റ്ലർ അഡോപ്റ്റഡ് ആൻ അഗ്രസീവ് ഫോറിൻ പോളിസി. എന്തായിരുന്നു ഫോറിൻ പോളിസി എന്ന് പറയണ്ടേ? ഹി അറ്റാക്ക്ഡ് ഓസ്ട്രേലിയ ആൻഡ് ചെക്കോസ്ലോവാക്യ. ജർമ്മനി ഫോംഡ് അലയൻസ് with Italy and Japan. It was adopted by other countries. Ultimately, this led to the outbreak of another world war. അദ്ദേഹം വിദേശ നയം സ്വീകരിച്ചു. ജനങ്ങളുടെ മനസ്സിലെ പ്രതികാര മനോഭാവത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആക്രമണപരമായ ഒരു വിദേശ നയം അദ്ദേഹം സ്വീകരിച്ചു. അങ്ങനെ ഓസ്ട്രിയ, ചെക്കോസ്ലോവാക്യ തുടങ്ങിയ രാഷ്ട്രങ്ങളെ ആക്രമിച്ചു. ഇറ്റലി, ജപ്പാൻ എന്നീ രാജ്യങ്ങളുമായി ചേർന്ന് സൈനിക സഖ്യം രൂപീകരിച്ചു. ഹിറ്റ്ലറുടെ ഈ നയത്തിനെതിരായി മറ്റു രാജ്യങ്ങൾ സഖ്യങ്ങളുണ്ടാക്കുകയും ക്രമേണ അതൊരു മറ്റൊരു രണ്ടാം ലോക യുദ്ധത്തിലേക്ക് വഴിവെക്കുന്ന അവസ്ഥയിലേക്ക് മാറുകയും ചെയ്തു. മക്കളെ, ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രൂരത വിതച്ച രണ്ട് മഹാവ്യക്തിത്വങ്ങളായിരുന്നു ഹിറ്റ്ലറും മുസോളിനിയും എന്ന് മനസ്സിലാക്കണം. ഇവരുടെ ചെയ്തികൾ കാരണം മറ്റൊരു ലോകയുദ്ധത്തിലേക്ക് ലോകരാഷ്ട്രങ്ങളെ കൊണ്ടെത്തിക്കുകയും ചെയ്തു എന്നുള്ള വസ്തുതയും കൂടി നമ്മൾ ഈ പാഠഭാഗത്തിൻ്റെ ഭാഗമായിട്ട് മനസ്സിലാക്കണം. കുട്ടികളെ, നിങ്ങൾ ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ എന്ന പുസ്തകം വായിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും വായിക്കേണ്ട ഒരു പുസ്തകമാണത്. നാസി ഭരണകാലത്തെ ജൂതവേട്ടയുടെ അനുഭവ വിവരണമാണ് ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ എന്ന് മനസ്സിലാക്കും. നാസി വാഴ്ച കാലത്ത് ജർമ്മനിയിൽ നിന്ന് ആൻ ഫ്രാങ്കിൻ്റെ കുടുംബം ഒളിച്ചു കടന്നു. എന്നാൽ നാസികളുടെ പിടിയിലകപ്പെട്ട ആൻ ഫ്രാങ്കും സഹോദരിയും ഔഷ്വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അടക്കപ്പെടുകയും അവസാനം മരണം വരെ അവിടെ കഴിയുകയും ചെയ്തു. ഓക്കെ, യു നോ ആനി ഫ്രാങ്ക്സ് ഡയറി. Anne Frank's diary entries are the testament of the assault and cruelty of Nazi rule. Anne Frank, along with her family, went into hiding during the war, but were caught later. Anne Frank and her sister were detained in the Auschwitz concentration camp. Both of them died in the same camp.
മക്കളെ, നമ്മൾ ഈ പാഠഭാഗത്തിൻ്റെ ഭാഗമായി പഠിച്ച കാര്യങ്ങളൊന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് ഒന്നാം ലോക യുദ്ധത്തിൻ്റെ ഫലങ്ങളെക്കുറിച്ചാണ്. ഒന്നാം ലോക യുദ്ധങ്ങൾ ലോകത്ത് സൃഷ്ടിച്ച വിപത്തുകളെക്കുറിച്ച്, ആഫ്റ്റർമത്ത് ഓഫ് ദി വാർ, ഫസ്റ്റ് വേൾഡ് വാർ. രണ്ടാമതായിട്ട് സമാധാന ശ്രമങ്ങൾ, പീസ് എഫേർട്ട്, അതായത് വേഴ്സായ് സന്ധിയിലെ വ്യവസ്ഥകൾ, ദി വേഴ്സൽ ട്രീറ്റി. ദെൻ നെക്സ്റ്റ് എക്കണോമിക് ഡിപ്രഷൻ, സാമ്പത്തിക മാന്ദ്യം. ലോകത്ത് ഒന്നാം ലോകത്തിൻ്റെ ഫലമായിട്ടുണ്ടായ സാമ്പത്തിക മാന്ദ്യത്തെക്കുറിച്ച്, ആ സാമ്പത്തിക മാന്ദ്യം അമേരിക്കയെ എങ്ങനെയാണ് ബാധിച്ചത് എന്നതിനെക്കുറിച്ച്, അതുപോലെ തന്നെ ഫാസിസം ആൻഡ് നാസിസം, ഫാസിസവും നാസിസവും ലോകത്ത് സൃഷ്ടിച്ച കാര്യങ്ങളെക്കുറിച്ച്, ഫാസിസത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച്, ദി ഫെസിലിറ്റീസ് ഓഫ് ഫാസിസം, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫാസിസം, അതുപോലെ തന്നെ മുസോളിനി ആൻഡ് ഫാസിസം, മുസോളിനിയും ഫാസിസവും എന്ന ഭാഗത്തെക്കുറിച്ച്, ഇറ്റലിയിൽ എങ്ങനെയാണ് മുസോളിനി ഫാസിസത്തെ സമർത്ഥമായി വിനിയോഗിച്ചതെന്നതിനെക്കുറിച്ച്, അതുപോലെ അവസാനമായിട്ട് ഹിറ്റ്ലർ എങ്ങനെയാണ് ജർമ്മനിയിൽ നാസിസത്തെ വളർത്തിയെടുത്തത്, അതിനനുകൂലമായ സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠഭാഗത്ത് നമ്മൾ പഠിച്ചത്. വളരെ സുപ്രധാനമായ ഒരു പാഠഭാഗമാണിത്. നന്നായി വായിച്ച് പഠിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള സുപ്രധാനമായൊരു പാഠഭാഗം കൂടിയാണെന്നും കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.